പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാള്. ഒപ്പം നമുക്ക് ഈശോയുടെ പീഡാനുഭവം നമുക്ക് ധ്യാനിക്കാം. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ഇന്ന് നമ്മളുടെ ആ നിയോഗങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇന്ന് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്ന അനേക മക്കൾക്ക് അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ്. ഇന്ന് നമ്മൾക്ക് അത്ഭുതകരമായിട്ട് അനേക രോഗസൗഖ്യങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ ഉണ്ടാകുവാനും വേണ്ടി നമ്മുടെ ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ തവണ തുടങ്ങി നമ്മുടെ അച്ഛന് തൃശ്ശൂർക്ക് മാറ്റം വന്നതുകൊണ്ട്, തൃശ്ശൂരിന് അപ്പുറത്തേക്ക് പോയതുകൊണ്ട് നമ്മുടെ അച്ഛന് രാവിലെ 9 മണിയോടെയാണ് ബ്രദർ ക്ഷമയുടെ ശുശ്രൂഷയും രോഗശാന്തി പ്രാർത്ഥനയും നടത്തുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞ് അച്ഛന് റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് നേരത്തെ പോവുകയല്ലോ, അപ്പോൾ അതൊരു ടെൻഷനില്ല. എന്നാൽ അത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ടൈം മാറ്റി കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, മാതാവിനോടൊരു കാര്യം എന്തു പറഞ്ഞാലും ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ സമർപ്പിക്കുമ്പോൾ ഈശോയെ, ഞങ്ങൾ അതുകൊണ്ടാണല്ലോ കർത്താവ് എല്ലാ തിങ്കളാഴ്ചയും ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിൽ 1000 മണി ജപമാല നടത്തുന്നത്. നിങ്ങൾക്കും വരാം. രാവിലെ 9, 9:15, 9:30 ആ സമയം മുതൽ 2 മണി വരെ, 2-2:30 വരെ ടൈമിന് ജപമാല തീരും. ഹല്ലേലൂയ. മാസത്തിലൊരിക്കൽ താമസമുള്ള ധ്യാനം കഴിഞ്ഞ് അതിൻ്റെ 9-ാം ദിവസം തിങ്കളാഴ്ച കേട്ടോ. ഫസ്റ്റ് തിങ്കളാഴ്ചയല്ല, അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ച. താമസമുള്ള ധ്യാനം കഴിഞ്ഞ് ഫസ്റ്റ് തിങ്കളാഴ്ചയല്ല, അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ച. ഒരു 10, 75, 60 പേരോടത്തോളമുള്ള 100 പേര് ഇത്തവണ ഉണ്ടാകും. അങ്ങനെ ഒരുമിച്ചിരുന്ന് ജപമാലയും പരിശുദ്ധ കുർബാന ആരാധനയും കുർബാനയും ഉണ്ടാകും. ഹല്ലേലൂയ. ഏത് തിങ്കളാഴ്ച വന്നാലും നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അഖണ്ഡ ജപമാല. ഹല്ലേലൂയ. മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. മാതാവേ, ഞങ്ങളുടെ വഴിതെറ്റി നടക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. വഴിതെറ്റി നടക്കുന്ന മാതാപിതാക്കളുണ്ട്. മദ്യപാനത്തിനും പുകവലിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾ, കർത്താവെ അവരോട് കരുണ തോന്നണമേ കർത്താവെ. നേർവഴിക്ക് അവരെ നയിക്കണമേ കർത്താവെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമെന്ന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളായ ഇന്ന് ഒരു അത്ഭുതം പ്രവർത്തിക്കണേ കർത്താവെ. ഒരടയാളം പ്രവർത്തിക്കണമേ കർത്താവെ. മാതാവ് വഴി ഈശോയോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുക മക്കളെ. കർത്താവേ 2 അല്ലെങ്കിൽ 5 നിയോഗങ്ങളാണല്ലോ ഇവർ സമർപ്പിച്ചുകൊണ്ട് 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥന ചെയ്യുന്നത്. ഇവർ വിശ്വാസത്തോടെ മറ്റുള്ളവർക്ക്, കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും അയച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കർത്താവേ, ഇതിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ ടീമിനോട് ചേർന്ന്, ബഥേൽ മാതാവിൻ്റെ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മക്കളെയും ഈ നിമിഷം ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. മാതാവ് വഴി നടത്തി കിട്ടിയ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഓർത്തേ മക്കളെ. ഒരു കാര്യം, എത്ര കാര്യങ്ങളാണ് മാതാവ് വഴി ഈശോ നമുക്ക് തന്നേക്കണത്. നമുക്കത് ഓർത്ത് നന്ദി പറയാം. നന്ദി നന്ദി നാഥ. പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നന്ദി പറയാവോ? നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ യേശുവേ യേശുവേ. നന്ദി നന്ദി നാഥ. എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് നന്ദി പറയാൻ കേട്ടോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നൊരു ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിമലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ വീശലമേ. ഈശോയെ, ഇത് കേൾക്കുന്ന ഓരോ മക്കൾക്കും ആ നിമിഷം തന്നെ ഒരു അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നീ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നവരാണ്. ഇതും കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിമിഷം കർത്താവേ, ഇത് അയച്ചു കൊടുക്കുന്നവരുടെ മേലും ഇത് കേൾക്കുന്നവരുടെ മേലും 41 ദിവസം നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മക്കൾ, ഇത് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മക്കളെ എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിമലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും കേൾക്കട്ടെ, അത്ഭുതം നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ. പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.